ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഇവിടെ ഒരു ജങ്കാറിനൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ, ജങ്കാറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പം അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാലവേല എന്ന് പറയുന്ന ചെക്കൻ തുഴയുണ്ട്. എടാ നീ ഇതിൽ കയറിയേ അപ്പൊ സൂര്യനാണ്ട് ഇപ്പൊ ചാടി പോയി. അത് വീഡിയോയിൽ വരില്ല. പരിപാടി ഉഷാറാണ്. അവന്മാര് നമ്മളൊറ്റക്കിട്ടിട്ട് അവര് വെള്ളത്തിക്ക് ചാടിയില്ല. പിപി തുഴയില്ലേ പിന്നെ ഇതിനപ്പം ഫോൺ പിടിച്ചേ. നമ്മളങ്ങനെ തുഴഞ്ഞ് ഏകദേശം ഒരു ഹാഫ് പോർഷൻ എത്തിയിട്ടുണ്ട് കേട്ടാ. ഒന്നാ തുഴയിടാ അങ്ങട്. ഇവര് പോരാട്ടാ. അതെന്റെ പേരെന്തായിരുന്നു? തുഴയാൻ പറഞ്ഞപ്പോ വെള്ളത്തിക്ക് ചാടിയാ. സംഭവം ഉഷാറുണ്ടോ. ഞാനങ്ങനെ തുഴയാൻ പോവാണ്. എനിക്കറിയൊന്നുമില്ലാട്ടാ. കുത്ത് തള്ളടാ. നേരത്തെ തള്ളില്ല പറഞ്ഞ തള്ളു. അതാ ഓന് തള്ളാനുള്ള ആരോഗ്യം വരില്ല ഗൈസ്. അതൊക്കറിയില്ലടാ. നീ എന്നെ തുഴഞ്ഞോ? തുഴയാനറിയില്ല, തഴയാനറിയുള്ളൂ. നീ തുഴഞ്ഞോ? ഇവിടെ പറയാനല്ലേ ഞാൻ നിക്കണേ. ഞാൻ യൂട്യൂബിലിടും. നിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? പേര് പറയാ. അച്ഛനോട് പറഞ്ഞു കൊടുക്കാനാ. നിന്റെ പേര് പറഞ്ഞേ? പിള്ളേര് രണ്ടാളും പോയി തുഴയാളില്ലാട്ടാ. നീ തുഴയില്ലേ? അത് മതി. എനിക്ക് സംഭവം നമ്മൾ നേരാ ശിവരാമേട്ടൻ്റെ ചായക്കടയുടെ ബാക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കരയുന്നൊരു ഇങ്ങനെടാ തമാശ കളിക്കില്ലേ. അവിടെ പിടിച്ചിക്കല്ലേ. ഇവര് നമ്മളെ ചതിച്ചു. നമ്മളവിടെ ഇടയിലിട്ടിട്ട് അവർ പോയി. നീ തിരിഞ്ഞിക്കണ്. നിന്റെ അച്ഛൻ്റെ പേര് എനിക്കറിയാ. ഞാൻ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. ചില്ലറ കുഴപ്പമൊന്നുമല്ല. ഞങ്ങളുടെ പിള്ളേരൊക്കെ ഞങ്ങൾ ഒഴിവാക്കി പോയി. എന്നിരുന്നാലും ഞങ്ങളുടെ പണി നിർത്തിയില്ല. പരിപാടി ഉഷാറാട്ടാ. നമ്മള് പാട്ടൊക്കെ വെച്ച് ചുറ്റും വെള്ളം. അച്ഛാ വേദമൂടെ ഏതമൂട്. നമ്മളെ കാത്തിരുന്ന നിമിഷം നമുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല കനത്ത മഴ വരുന്നുണ്ട്. അതിന് നമ്മൾ എങ്ങനെ നേരിടുന്ന അറിയില്ല. നോക്കിയാ ബാക്കിൽ നോക്കി സീനറി സീൻ. മഴ വരുന്നു. അങ്ങനെ നമ്മൾ മഴ നനയാൻ പോവുകയാണ് ഗായ്സ്. മഴ നനയാൻ പോവുകയാണ്. ഞങ്ങൾ പെട്ടു. അയ്യോ ഗൈസ്, ഞങ്ങൾ പെട്ടു. കറണ്ട് കമ്പി പൊട്ടിയാറായിട്ട് നിൽക്കുന്നുണ്ട്. പൊട്ടി വെള്ളത്തിൽ വീണ മരണം ഉറപ്പായി. എന്തായാലും മരണം ഉറപ്പായി. അതിജീവൻ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛമാമ അതിജീവൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ്, അങ്ങനെ നീണ്ട 2 മണിക്കൂറത്തെ ഞങ്ങളുടെ ജങ്കാർ സർവീസ് കൂടെ അവസാനിച്ചു. അങ്ങനെ നമ്മുടെ 1 മണിക്കൂറത്തെ ജങ്കാർ സർവീസ് കൂടെ കഴിഞ്ഞു. 1 മണിക്കൂർ പോരല്ലേ? നമ്മളങ്ങനെ അതിജീവിച്ചേക്കാണ്. മഴയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു മക്കളെ. കരണ്ട് കമ്പിയൊക്കെ പൊട്ടി നിലത്ത് വീണ് പോയേനെ. കറക്റ്റ് കണ്ട
പാർക്കിംഗ് കണ്ട ഇമാതിരി പാർക്കിംഗ് ആരെടുത്താനാ